ഹായ് മക്കളെ, വെൽക്കം ബാക്ക് ടു ലേണേഴ്സ്. 10ാം ക്ലാസ്സിൻ്റെ ഫിസിക്സിൻ്റെ വെയിറ്റേജ് നമ്മൾ കണ്ടു. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് കെമിസ്ട്രിയുടെ വെയിറ്റേജ് ആണ്. ഓരോ ചാപ്റ്ററിൽ നിന്ന് എത്ര മാർക്ക് വീതമാണ് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ സാധ്യത. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ഈ പറഞ്ഞിട്ടുള്ള വെയിറ്റേജ് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലെ ഓരോ ചാപ്റ്ററിൻ്റെ നേരെയും ഈ പറഞ്ഞ വെയിറ്റേജിൻ്റെ മാർക്കുകൾ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ എന്ന് പറയുന്നത് നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമർസ് ആണ്. ഓർഗാനിക് ചാപ്റ്ററിൽ നിന്ന് 6 മാർക്കിൻ്റെ ചോദ്യമാണ് ചോദിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കെമിക്കൽ റിയാക്ഷൻസ് ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് എന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കും. അതുപോലെ തന്നെ പീരിയോഡിക് ടേബിൾ എന്നൊക്കെ പറയുന്നത് നിങ്ങൾ അവിടെ ക്വാണ്ടം നമ്പേഴ്സ് പഠിക്കുന്നുണ്ട്. അപ്പോൾ അതിനൊക്കെ ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കാനായിട്ട് സാധ്യത. ഓക്കെ, അതുപോലെ ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്, അതിനകത്ത് ബോയിൽസ് ലോ, ചാൾസ് ലോ, അത് വെച്ചിട്ടുള്ള ഗ്രാഫ്, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് നമുക്ക് 6 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ടാണ് ചോദിക്കുക. ഓക്കെ, അതുപോലെ ഇലക്ട്രോ കെമിസ്ട്രി എന്ന് പറയുന്നത് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ആയിട്ട് ചോദിക്കും. അതുപോലെ തന്നെ മെറ്റൽസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്ന് 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, നമ്മുടെ അവസാനത്തെ ചാപ്റ്റർ ഏതാണ്? സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഓൾറെഡി ഞാൻ അതിൻ്റെ 36 മാർക്കിൻ്റെ ചോദ്യങ്ങൾ ഓൾറെഡി അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും അത് കണ്ടു പഠിച്ചു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ആ ചാപ്റ്ററാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരാനായിട്ട് സാധ്യത. ഓക്കെ, അപ്പോൾ 7 മാർക്കിൻ്റെ ഏറ്റവും ഹൈ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ് അവസാനത്തെ പാഠഭാഗം, സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ പഠിച്ചു പോകേണ്ട ചാപ്റ്ററാണ് ഇത്, ഈ പറഞ്ഞ സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്. അതിനകത്ത് നമ്മൾ എന്ത് പറയുന്നുണ്ട്? അമോണിയയുടെ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സൾഫ്യൂരിക് ആസിഡിൻ്റെ പ്രിപ്പറേഷൻ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ അതൊക്കെ കൃത്യമായിട്ട് പഠിക്കുക. ഇങ്ങനെ ഈ പറഞ്ഞ എല്ലാ മാർക്കുകളും കൂട്ടുമ്പോൾ നമുക്ക് 40 മാർക്കിൻ്റെ ടോട്ടൽ വരും. അതിൽ 36 മുകളിൽ കിട്ടിയാൽ മാത്രമേ നമുക്ക് A+ ഉറപ്പിക്കാനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ 36 മുകളിലേക്ക് എന്ന് പ്രതീക്ഷിക്കേണ്ട, പകരം 40-ൽ 40 വാങ്ങാനായിട്ട് ശ്രമിക്കുക. ഫിസിക്സിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ 40-ൽ 40 വാങ്ങാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? എന്തായാലും A+ മാർക്കിലേക്ക് എത്താനായിട്ട് പറ്റും. ഓക്കെ, ക്ലിയർ ആണല്ലോ? അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്യുക. ഞാൻ ഓൾറെഡി പറഞ്ഞു, സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ് എന്ന ചാപ്റ്ററിൻ്റെ 36 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് മാത്രം ചെയ്തിട്ടുള്ള വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ചാനൽ ചെക്കൗട്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്ത സബ്ജക്റ്റിൻ്റെ വെയിറ്റേജ് ആയിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു, ബൈ.